Hi friends, welcome to Mindful Cooking at Geetha's Kitchen. It is Navaratri time. Wish you all a happy Navaratri. Today we are going to make a Jackfruit Payasam. It's a sweet dish. Hope you all will try this recipe. Like it, share it, leave comments. Please don't forget to subscribe to my channel. Thank you for all the support. അപ്പോൾ ഈ നവരാത്രിക്ക് നമുക്ക് ചക്കപ്പായസം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചക്കപ്പായസത്തിന് പ്രധാനമായിട്ട് വേണ്ടത് ചക്ക വരട്ടിയതാണ്. അഥവാ നിങ്ങളുടെ അടുത്ത് ചക്ക വരട്ടിയത് ഇല്ലെങ്കിൽ ചക്കയുടെ ചുള എടുത്തിട്ട് വേവിച്ച് നന്നായിട്ട് എടുത്ത് കുറച്ച് ശർക്കരയും നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്താൽ അത് ഈ ചക്ക വരട്ടിക്ക് പകരം ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു 1.5 കപ്പ് ചക്ക വരട്ടിയാണ് എടുത്തത്. എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ, ഒരു 2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു. എന്നിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കുകയാണ്. വലിയ പാത്രത്തിലാണ് തിളയ്ക്കാൻ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാൻ നമ്മൾ പാവൊന്നും ആക്കണില്ല. 1 കപ്പ് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ ഒരു 6 7 അച്ചോ ശർക്കരയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ ശർക്കരയുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. 7 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അത് ഒന്ന് ചൂടുള്ള വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉരുകി നമുക്ക് ശർക്കരപ്പാനി കിട്ടും. അപ്പോൾ ആ ശർക്കരപ്പാനിക്ക് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ആ വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കുന്നത്. അപ്പം ഈ ശർക്കരയ്ക്ക് നല്ല ഗുണഗണങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ശർക്കരയാണ്. അപ്പോൾ ഇത് ഉരുകി കഴിഞ്ഞാൽ അതിലുള്ള മാലിന്യങ്ങൾ, വല്ല എന്തെങ്കിലും കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊങ്ങി വരും. അപ്പോൾ ഈ വെള്ളം ഒന്ന് അരിച്ചിട്ട് നമ്മൾ പായസത്തിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒഴിച്ചാൽ മതി. അപ്പം അത് പായസത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിൽ മധുരം പോരെങ്കിൽ കുറച്ചും കൂടി ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കും ചെയ്യാം. മധുരം കൂട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശർക്കര തന്നെ അലിയിച്ചൊഴിക്കും ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചത്. അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അത് വാങ്ങിച്ച തേങ്ങാപ്പാലാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ തമ്പാൽ മാറ്റി വെച്ചിട്ട് മറ്റേ പാല് ഒഴിക്കുക. വെള്ളം ചേർത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് നന്നായി തിളച്ച് ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് തീ ഓഫ് ചെയ്തിട്ട് തമ്പാൽ ചേർത്താൽ മതി. ഇവിടെ ഞാൻ വാങ്ങിയ തേങ്ങാപ്പാലായതുകൊണ്ട് എല്ലാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലായിരുന്നു. പിന്നെ ഇതിലേക്ക് പൊതുവേ നമ്മൾ ചുക്കും ജീരകവും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചുക്കും ജീരകവും ചേർത്തത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 1/4 ടീസ്പൂൺ ചുക്കും 1/4 ടീസ്പൂൺ ജീരകവുമാണ് ചേർത്തത്. മറ്റേ ഏലക്കായ ചേർത്തിട്ടില്ല. അത് ചേർത്തതുകൊണ്ട് ഏലക്കായ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ വറവിടുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇടുന്നത് കുറച്ച് നാളികേരപ്പൂള് മുറിച്ചതാണ് ഇടുന്നത്. സാധാരണ നമ്മൾ കൊട്ടത്തേങ്ങയാണ് ഉപയോഗിക്കുക. ഇവിടെ എനിക്ക് കൊട്ടത്തേങ്ങയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് സാധാരണ തേങ്ങ പൂണ്ടിട്ട് അത് മുറിച്ചെടുത്തത് നെയ്യിൽ, എൻ്റെ അടുത്ത് വെണ്ണയാണ് ഉണ്ടായിരുന്ന, വെണ്ണ ഉരുക്കിയിട്ട് അതിലിട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തിട്ട് അത് പായസത്തിലിടുകയാണ് ചെയ്യുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്താൽ മതി. അധികം നെയ്യ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് എന്താ വെച്ചാൽ നമ്മൾ ചക്ക വരട്ടിയിലും കുറച്ച് നെയ്യുണ്ട്. അപ്പം ചക്ക വരട്ടുമ്പോഴും കുറച്ച് നെയ്യ് ചേർക്കും, കുറച്ച് ശർക്കരയും ചേർക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മധുരവും നെയ്യും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് നല്ല മധുരം വേണമെങ്കിൽ മധുരം ചേർക്കാം, തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ കുറച്ചും കൂടി ചേർക്കാം. അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ ഇതിനനുസരിച്ചിരിക്കും, ക്വാളിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ ഇപ്പോൾ ചക്കയൊക്കെ നല്ല ചക്കപ്പായസമൊക്കെ നല്ല
പാകമായിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. ഇത് ചൂടായിട്ടും കഴിക്കാം, തണുപ്പായിട്ടും കഴിക്കാം. ഈ പായസം നല്ല സ്വാദാണ്. അപ്പോൾ ചക്കപ്പായസമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നുള്ള വിശ്വാസത്തോട് കൂട്ടിയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു. അപ്പം ഞാൻ കുറച്ച് എൻ്റെ വിഡിത്തങ്ങളൊക്കെ കുറച്ചിങ്ങനെ എനിക്ക് ഇൻട്രഡക്ഷൻ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് അബദ്ധങ്ങൾ പറ്റിയതൊക്കെ കാണിക്കാം. Thank you for all your support. You all are doing good. Please Hi friends, welcome to Mindful Cooking at Geetha's Kitchen. Hi, welcome to Geetha's Doing Good or Swedish. Thank you, thank you, thank you. Thank you. You want my ice cream? This whole time? No, I did couple of. Thank you.